രാജ്യത്തെ പ്രധാനപ്പെട്ട വാട്ടർ തീം പാർക്കുകളിലൊന്നാണ് വണ്ടർല. വണ്ടർലയുടെ MD അരുൺ ചിറ്റിലപ്പള്ളിയാണ് ഇത്തവണ മണി ഐക്കണിൽ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അമ്യൂസ്മെന്റ് പാർക്കുകളിലൊന്നായ വണ്ടർലയുടെ MD ശ്രീ അരുൺ ചിറ്റിലപ്പള്ളിയാണ് ഇന്ന് മണി ഐക്കണിൽ നമ്മോടൊപ്പം ചേരുന്നത്. സ്വാഗതം ശ്രീ അരുൺ. 2000-ൽ അമ്യൂസ്മെന്റ് പാർക്ക് തുടങ്ങുമ്പോൾ ഈ അമ്യൂസ്മെന്റ് പാർക്ക് എന്നുള്ള ബിസിനസ് തന്നെ ആളുകൾ അധികം കേട്ടു തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ ഇത്രയും വർഷമായി ഈ അമ്യൂസ്മെന്റ് പാർക്ക് ബിസിനസ് എന്നത് അത്ര എളുപ്പമുള്ള ഒന്നാണോ? എൻ്റെ ഫാദർ 2000-ൽ ഇത് തുടങ്ങാൻ കാരണം തന്നെ ഇന്ത്യയിൽ നല്ല അമ്യൂസ്മെൻറ്റ് പാർക്സ് ഇല്ല എന്നുള്ളൊരു ഒരു എന്താ പറയുക ഒരു അവയർനെസ് പുള്ളിക്ക് ഉണ്ടായിരുന്നു. അതേസമയം ഇന്ത്യയിൽ ലാർജ് പോപ്പുലേഷൻ ഉണ്ട്, അവർക്ക് എൻ്റർടൈൻമെൻറ്റിന് ഒരു ഓപ്ഷൻ ഇല്ല. അഫോർഡബിൾ ആൻഡ് സേഫ് ആൻഡ് ക്വാളിറ്റി എൻ്റർടൈൻമെൻറ്റ് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഡാഡി ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ മെയിൻ കാരണം. നമ്മൾ ഇറങ്ങിയ ഒരു ഈ ഒരു പാർക്ക് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ റെസ്പോൺസ് ഭയങ്കര നല്ല റെസ്പോൺസ്, നമ്മൾ വിചാരിച്ചതിനെക്കാട്ടും നല്ല റെസ്പോൺസ് ആയതുകൊണ്ടാണ് നമ്മളതൊരു ഇപ്പോൾ നൗ ഇറ്റ്സ് ലാർജർ കമ്പനി. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇതൊരു കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ബിസിനസ്സാണ്. കാരണം ലാർജ് നമ്പർ ഓഫ് ആൾക്കാർ ഇങ്ങനെ വന്നു പോകുന്ന ഒരു സ്ഥലം, കുറേ മെഷീൻസും കുറേ റൈഡുകളും വെള്ളവും, അപ്പോൾ എല്ലാം കൊണ്ടും ആൾക്കാരെ മാനേജ് ചെയ്യണം, ഗസ്റ്റിനെ മാനേജ് ചെയ്യണം, റൈഡുകളുടെ സേഫ്റ്റി മാനേജ് ചെയ്യണം, ക്ലീൻലിനെസ് ആൻഡ് ഹൈജീൻ മാനേജ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ളൊരു ബിസിനസ്സാണിത്. അപ്പോൾ അതുകൊണ്ട് ഇറ്റ്സ് നോട്ട് എ വെരി ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ഈസി ഒരു ഹോട്ടൽ നടത്തുന്ന പോലത്തെ ഒരു ബിസിനസ് അല്ല ഇത്. ഇതൊരു കുറേ കൂടെ ഒരു ചെറിയൊരു സിറ്റി നടത്തുന്ന പോലെയാണ്. ലിസ്റ്റഡ് കമ്പനിയായി ഇപ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കും കൂടി പ്രവർത്തനം വ്യാപിക്കുകയാണ്. ഇപ്പോൾ എവിടെയാണ് വണ്ടർലയുടെ സ്ഥാനമൊക്കെ ഇന്ത്യയിൽ? വണ്ടർലയുടെ പാർക്സാണ് ഏറ്റവും ഹയസ്റ്റ് റേറ്റഡ് ഇന്ത്യയിൽ. നമ്പർ 1 റേറ്റഡ് ബാംഗ്ലൂർ പാർക്കാണ്. പിന്നെ എനിക്ക് നമ്പർ 2 or 3 കൊച്ചിയാണ്. ഇനി 2 കൊല്ലത്തിനുള്ളിൽ ഒരു ചെന്നൈയിൽ ഒരു പാർക്കും കൂടെ തുടങ്ങാനാണ് ഇപ്പോൾ പ്ലാൻ. കേരളത്തിൽ ഇനി വേറെ അമ്യൂസ്മെൻറ്റ് പാർക്ക് തുറക്കാൻ പറ്റുമോ? കേരളത്തിൽ ഇപ്പോൾ ഇല്ല. കാരണം ഈ ഒരു സൈസുള്ള ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് ഇപ്പോൾ ഇന്നത്തെ കോസ്റ്റിൽ പണിയണമെങ്കിൽ ഒരു 300 crores to 350 crores ആവും. അത്രയും ഒരു വലിയൊരു പ്രോജക്റ്റ് ഇനിയൊരു വേറെ സിറ്റിയിൽ ഇവിടെ വയബിൾ ആക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കേരളം ഞങ്ങൾ നോക്കുമ്പോൾ ഒരു വലിയ സിറ്റി ആയിട്ട് തന്നെ ഞങ്ങൾ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ പാർക്കിൽ വരുന്ന ആൾക്കാർ തന്നെ 15 to 20% കൊച്ചിയിൽ നിന്ന് വരുന്നുള്ളൂ. ബാക്കിയുള്ളവർ തൃശ്ശൂരിൽ നിന്നും അല്ലെങ്കിൽ കോട്ടയം, ട്രിവാൻഡ്രം, കാസർഗോഡ് വരെ എല്ലാ ടൗൺസിൽ നിന്ന് നമുക്ക് ആൾക്കാരെ കിട്ടുന്നുണ്ടാവും. എല്ലാവരും ഇപ്പോൾ പുതിയതായി സ്റ്റാർട്ടപ്പ് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള ഒരു ട്രെൻഡിൻ്റെ കാലമാണ്. ഒരു ലിസ്റ്റഡ് കമ്പനിയുടെ തലപ്പത്താണ് താങ്കൾ ഇരിക്കുന്നത്. ഈ ചെറുപ്പക്കാർക്ക് ബിസിനസ്സിലേക്ക് കടന്നു വരാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ? അവർക്ക് വിജയിപ്പിക്കുന്നതിന് എന്തൊക്കെയായിരിക്കും അവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ? ഐ തിങ്ക് ബിസിനസ്സിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി ആർക്കും ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും നിങ്ങളുടെ കമ്പനിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. ആ ഒരു യു ഷുഡ് ഹാവ് സംതിങ് ദാറ്റ് അതേഴ്സ് കനോട്ട് ഡു. അതുണ്ടെങ്കിലാണ് അതിനൊരു ബിസിനസ് വാല്യൂ ഉള്ളൂ. വ്യത്യസ്തത വേണം. എന്തെങ്കിലും ഒരു പുതുമ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിഫറൻഷിയേറ്റർ വേണം ബിസിനസ്സിന്. അങ്ങനെയുള്ള കമ്പനീസിനാണ് ഗ്രോത്ത് അല്ലെങ്കിൽ ലോങ് ടേം പെർസ്പെക്റ്റീവ് ഉണ്ടാവുള്ളൂ. കേരളത്തിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്, തമിഴ്നാട്ടിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്, കർണാടകയിലും ബിസിനസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ നന്നായി വളരെ സ്വാഭാവികമായി ബിസിനസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ് ഏതാണ്? ഇപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ 4 സ്റ്റേറ്റ്സിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. 3 സ്റ്റേറ്റിൽ നമുക്ക് പാർക്കുണ്ട്. ഇപ്പോഴത്തെ ഒരു കാലത്ത് ഏറ്റവും പ്രോഗ്രസീവായിട്ട് കാണുന്നത് തെലങ്കാന ഗവൺമെൻറ്റാണ്. അവർ പുതിയ സ്റ്റേറ്റാണ്. അതുകൊണ്ട് അവർക്ക് കുറേ നാളായിട്ട് ഹൈദരാബാദിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാതെ അതിങ്ങനെ സിറ്റിക്ക് തന്നെ വളരെ എന്താ പറയുക, അതിൻ്റെ എക്കോണമിക്ക് വളരെ ദോഷകരമായ ഒരു കാലമായിരുന്നു ഒരു ലാസ്റ്റ് 4 years. തെലങ്കാന സ്റ്റേറ്റ് വന്ന പിന്നെ അവർ വളരെ പ്രൊആക്റ്റീവായിട്ട് ബിസിനസ്സിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കറപ്ഷനും വളരെ കുറവാണ്. അങ്ങനത്തെ ഒരു ക്ലൈമറ്റിലാണ് ഞങ്ങൾക്ക് അവിടെ ഒരു പാർക്ക് തുടങ്ങാൻ സാധിച്ചത്. വളരെ ഹെൽപ്ഫുള്ളായിരുന്നു അവിടുത്തെ ഗവൺമെൻറ്. ഈവൻ കർണാടക ഹാസ് ബീൻ ഓൾസോ വെരി ഗുഡ്. കേരള ഞങ്ങളുടെ ഫസ്റ്റ് പാർക്ക് ഇവിടെയാണ് ചെയ്തത്. ഓഫ് കോഴ്സ് കേരള നമ്മുടെ എല്ലാത്തിൻ്റെയും തുടക്കം ഇവിടെ നിന്ന് തന്നെയായിരുന്നു. ബട്ട് ഐ തിങ്ക് അതർ സ്റ്റേറ്റ്സ് അവർ കൂടുതൽ അഗ്രസീവ് ആവുകയാണ്. കാരണം പ്രൈവറ്റ് എൻ്റർപ്രൈസ് വന്നാലേ കൂടുതൽ ജോബ് ക്രിയേഷൻ ഉണ്ടാവുള്ളൂ. ഇനി ഇതേപോലത്തെ പ്രോജക്ട്സ് വരണം. കാരണം എന്നാലേ ഒരു സിറ്റിക്ക് ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് ഇൻഡസ്ട്രി വളരണമെങ്കിൽ ഇങ്ങനത്തെ പ്രോജക്ട്സ് വരണം. ഇവിടുത്തെ ഒരു എക്സ്പാൻഷൻ പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ് കൊച്ചിയിൽ?
അപ്പോൾ കൊച്ചിയിൽ ഇനി അടുത്ത നമ്മുടെ പ്ലാൻ ഒരു വലിയ റോളർ കോസ്റ്റർ നമ്മളിവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അടുത്ത ഓണത്തിന് മുമ്പ് അത് ഇൻസ്റ്റാൾ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അതൊരു വലിയ പ്രോജക്റ്റാണ്. അതൊരു 30 to 35 crores കോസ്റ്റ് വരുന്ന ഒരു വലിയ പ്രോജക്റ്റാണ്. കുടുംബത്തിലെ എല്ലാവരും ബിസിനസ്സുകാരാണ്. ഏറ്റവും നന്നായി ബിസിനസ് ചെയ്യുന്ന ആരാണ്? അത് ഡാഡി ആയിരിക്കുമല്ലോ, കാരണം ഡാഡിയാണല്ലോ അത് തുടങ്ങിയത്. ഡാഡിയാണ് നമ്മുടെ എന്താ പറയുക ഒരു ഇൻസ്പിറേഷനും ഡാഡിയുടെ വാല്യൂസിനാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത്. പക്ഷെ അതേസമയം ഡാഡിയുടെ ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാനായാലും മിഥുനായാലും ഞങ്ങളുടെ ബിസിനസ്സിന് ഫുൾ ഫ്രീഡം ഉണ്ട്. നമുക്കുള്ള അങ്ങനെ ഒരു അധികം ഇൻ്റർഫിയറൻസ് ഒന്നുമില്ല. ജസ്റ്റ് ഗൈഡൻസ് ആൻഡ് മെൻറ്റോർഷിപ്പ് മെൻറ്ററിങ് ആണ് ഡാഡി ചെയ്യുന്നത്. ആരും ഒരു നിങ്ങളിങ്ങനെ ചെയ്യണം എന്ന് ഞാൻ ഒരിക്കലും ഞങ്ങളുടെ സ്റ്റാഫിനോട് പറയാറില്ല. കാരണം എല്ലാവർക്കും അറിയാം അവരുടെ ജോലി. അപ്പോൾ ആ ഒരു കൾച്ചർ ഇറ്റ്സ് എ ഗ്രേറ്റ് കമ്പനി ഗ്രോ ചെയ്യാൻ എളുപ്പമുള്ള ഒരു കൾച്ചറാണ്. ഐ തിങ്ക് ഡാഡിയുടെ ആ ഒരു ഇനീഷ്യൽ തിങ്കിങ് ഇസ് എ മെയിൻ റീസൺ ഞങ്ങൾ ഇങ്ങനത്തെ പ്രോജക്ട്സ് ഒക്കെ വരാൻ കാരണം. വളരെ നന്ദി. എല്ലാവിധ താങ്ക് യു.